അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അത്രയും പ്രിയപ്പെട്ട അധ്യാപകരെ, മറ്റു വിദ്യാർത്ഥികളെ, മനുഷ്യനെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടുമോ എന്ന് പലർക്കും ഭയമുണ്ടാകാറുണ്ട്. ഉദാഹരണത്തിനായി, നമ്മുടെ സമ്പത്ത് നമ്മൾ നഷ്ടപ്പെട്ടു പോകുമോ, നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു പോകുമോ, നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ടു പോകുമെന്നെല്ലാം ധാരാളക്കണക്കിന് ആവലാതികൾ പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ നമ്മുടെ ഈമാൻ നമ്മളിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് എത്ര പേർക്ക് ആശങ്ക ഉണ്ടാവാറുണ്ട്. പലരും പറയാറുണ്ട്, ഞാൻ ഇനിയൊരിക്കലും ആ ഹറാമിലേക്ക് മടങ്ങി പോവുകയില്ല, ഞാൻ ഒരിക്കലും ആ ഹറാമായത് കാണുകയില്ല, ഞാൻ ഒരിക്കലും ആ ഹറാമായ ബന്ധത്തിലേക്ക് പോവുകയില്ല എന്ന് പറയുന്ന ആളുകൾ തന്നെ 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതേ ഹറാമിലേക്ക് തന്നെ അവരെന്ത് ചെയ്യാണ്, മടങ്ങി പോവുകയാണ്. കുറച്ചു കാലം മുന്നേ കരഞ്ഞ് തൗബ ചെയ്ത പാപങ്ങൾ തന്നെ പിന്നീട് അത് ചിരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവണതയിലേക്ക് പല ആളുകളും എത്തിപ്പെടുകയാണ്. കാരണം എന്താണ്? അവർക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഒരു കാര്യം ചെയ്യാൻ, ഒരു നന്മയിൽ മുൻകടക്കുവാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് പ്രധാനപ്പെട്ടതാണ്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ആ തൗഫീഖു അഅ്ളമു നിഅമതി ബഅദൽ ഇസ്ലാം. തൗഫീഖ് എന്നുള്ളത് ഇസ്ലാമിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് നൽകുന്ന ഏറ്റവും അനുഗ്രഹങ്ങളിൽ ഒന്നാണെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കൊരു നന്മയിലേക്ക് മുന്നേറുവാനോ ഒരു ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുവാനോ തൗഫീഖ് പ്രധാനപ്പെട്ടതാണ്. പല ആളുകളും പറയാറുണ്ട്, കുറേ ഒഴിവാക്കണമെന്ന് കരുതി, ചെയ്യണ്ടെന്ന് കരുതി അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്, പിന്നെയും ആ തെറ്റിലേക്ക് തന്നെ വീണു പോവുകയാണ്. കാരണം എന്താണ്? ശൈത്താൻ്റെ ശർറിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഇ വമിൻ ശർരി ബസ്വരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനി. അള്ളാഹുവേ, കേൾവി കൊണ്ടുണ്ടാകുന്ന ഹറാമായത് കേൾക്കുന്നത് പോലെ, സംഗീതം കേൾക്കുന്നത് പോലെ, വമിൻ ശർരി ലിസാനി നാവ് കൊണ്ടുണ്ടാകുന്ന പരദൂഷണം പോലെ, വിദ്വേഷം പറയുന്നത് പോലെ, ഗീബത്ത് നമീമത്ത് തുടങ്ങി തെറിവിളി വൃത്തിയുടെ എല്ലാം കൊണ്ട് നാവ് കൊണ്ടുണ്ടാകുന്ന എല്ലാ ഷെറിൽ നിന്നും വമിൻ ശരി ഖൽബി ഹൃദയം കൊണ്ടുണ്ടാകുന്ന ഷെറ്, വെറുപ്പ് പോലെ, വിദ്വേഷം പോലെ, അസൂയ പോലെ, അതുപോലെ തന്നെ കണ്ണുകൊണ്ടുണ്ടാകുന്ന ഷെറ്, ഹറാമായത് കാണുക, അന്യസ്ത്രീകളിലേക്ക് നോക്കുക, വമിൻ ശരി മനി നമ്മുടെ ലൈംഗികം കൊണ്ടുണ്ടാകുന്ന ഷെറിൽ നിന്നും അള്ളാഹുവെ നീ എന്നെ കാക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥന നമുക്ക് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ദുആകളിൽ, നമ്മുടെ സുജൂദുകളിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഇ വമിൻ ശർരി ബസ്വരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനി. വളരെ ലളിതമായ പ്രാർത്ഥനയാണ്, നമുക്ക് പെട്ടെന്ന് ഹിഫ്ളാക്കാൻ പറ്റുന്ന പ്രാർത്ഥനയാണ്. നമ്മുടെ ഫോണുകളിൽ, ഔറാദുകൾ, ആപ്പുകൾ എല്ലാം ലഭ്യമാണ്. അതുകൊണ്ട് നാം ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് തൗഫീഖിന് വേണ്ടി ചോദിക്കുക. ശൈത്താന്റെ ശർറിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക. കാരണം ഈ 5 അവയവം കൊണ്ട് ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനും സാധിക്കും. അതേ 5 അവയവം കൊണ്ട് അവൻ സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെടുവാനും അത് എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന് തൗഫീഖിനോട് ചോദിക്കുക, ഹറാമുകളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കുക, നന്മയിൽ മുൻകടക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.